നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി ചിത്രം തെളിയാൻ ഇനി ഒരേ ഒരു ദിവസമേ ഉള്ളൂ. നാളെയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാനത്തെ ദിവസം. ശേഷിക്കുന്ന വിമതരെയും തലവേദനയായ അപരന്മാരെയും പിൻവലിപ്പിക്കാനുള്ള ശ്രമങ്ങൾ എല്ലാ മുന്നണിയും തീവ്രമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വേളയിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. തെരഞ്ഞെടുപ്പിനെ ചൂടുപിടിപ്പിച്ച് പ്രചാരണവും ശക്തമാകുന്നു. UDF ക്യാമ്പിന് ആവേശം പകർന്ന രാഹുൽ ഗാന്ധി ഇന്ന് വൈകുന്നേരം കോഴിക്കോട്ടെത്തും. ഇന്ന് കോട്ടയം ജില്ലയിലാണ് മുഖ്യമന്ത്രിയുടെ പ്രചാരണം. ഞായറാഴ്ച എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് NDA നേതാക്കൾ. പ്രധാനമന്ത്രി ആദ്യം എത്തുക തൃശൂർ മണ്ഡലത്തിലാണ്. തിരുവനന്തപുരത്ത് പൊതുചിത്രം സമർപ്പിക്കാൻ R. ശ്രീജിത്തും അതുപോലെ രാഹുൽ ഗാന്ധിയുടെ വരവ് സംബന്ധിച്ചുള്ള വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് അജി കുഞ്ഞുമോനും തത്സമയം ചേരുന്നു. അതുകൂടാതെ നമ്മുടെ 24 ആർമിയും ഗ്രൗണ്ടിലുണ്ട്. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. ആദ്യം ശ്രീജിത്തിലേക്ക്. ശ്രീജിത്തെ പറയൂ. ഏപ്രിൽ 9 നടക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ ചിത്രം വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നാളെയാണ് പത്രികകൾ പിൻവലിക്കാനുള്ള അവസാന സമയം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന സമയം കഴിയുന്നതോടുകൂടി ഓരോ മണ്ഡലങ്ങളുടെയും രാഷ്ട്രീയ ചിത്രം കൂടുതൽ വ്യക്തമാകും. ഇപ്പോൾ തന്നെ രാഷ്ട്രീയ ചിത്രം എന്താണെന്ന കാര്യത്തിൽ എല്ലായിടത്തും ഏതാണ്ട് വ്യക്തത വന്നു കഴിഞ്ഞു. അത്രയ്ക്ക് വാശിയേറിയ പോരാട്ടമാണ് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത്. 10 കൊല്ലത്തെ അധികാര നഷ്ടം മറികടന്നുകൊണ്ട് ഭരണം പിടിക്കാനുള്ള തീവ്ര പ്രയത്നത്തിലാണ് UDF ക്യാമ്പ്. UDF ക്യാമ്പിന് ആവേശം പകർന്നുകൊണ്ട് രാഹുൽ ഗാന്ധി ഇന്ന് വൈകുന്നേരം കോഴിക്കോടെത്തും. UDFന്റെ പ്രധാന പ്രചാരകന്റെ റോളിലേക്ക് എത്തുന്നത് രാഹുൽ ഗാന്ധിയാണ്. ഒപ്പം പ്രിയങ്ക ഗാന്ധിയും മറ്റ് ദേശീയ നേതാക്കൾ മല്ലികാർജ്ജുൻ ഖർഗെ അടക്കമുള്ള ദേശീയ നേതാക്കളും കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി എത്തുന്നുണ്ട്. CPIഎമ്മിന്റെ പ്രചാരണം നയിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. മുഖ്യമന്ത്രി ഇന്ന് കോട്ടയം ജില്ലയിലാണ്. അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം കോട്ടയത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. വികസന പ്രശ്നങ്ങൾ ഊന്നിയാണ് മുഖ്യമന്ത്രിയുടെ പ്രചരണം. അത്രയും കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളം കൈവരിച്ച നേട്ടങ്ങളാണ് മുഖ്യമന്ത്രി എടുത്തെടുത്ത് പറയുന്നത്. മാത്രമല്ല UDF കാലത്ത് നിന്ന് കേരളം എത്രമാത്രം മെച്ചപ്പെട്ടു എന്ന താരതമ്യവും അദ്ദേഹം വാർത്താ സമ്മേളനങ്ങളിലും പൊതുയോഗങ്ങളിലും പറയുന്നുണ്ട്. BJP ക്യാമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറക്കിയാണ് പ്രചരണം നടത്താൻ പോകുന്നത്. പ്രധാനമന്ത്രി ഞായറാഴ്ച കേരളത്തിലെത്തും. തൃശ്ശൂരിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ പരിപാടി. നേരത്തെ 2 ഘട്ടങ്ങളിലായി പ്രധാനമന്ത്രി കേരളത്തിലെത്തി BJPക്ക് വേണ്ടിയുള്ള പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരുന്നു. അതുകൊണ്ട് BJP ക്യാമ്പ് പ്രധാനമന്ത്രി എത്തുന്നതോടെ കൂടുതൽ ആവേശഭരിതമാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ ചിത്രം നാളെ വൈകുന്നേരത്തോടെ പൂർണ്ണമായും വ്യക്തമാകും. വാശിയേറിയ പോരാട്ടത്തിലേക്ക് കേരളം കടക്കുന്ന മണിക്കൂറുകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.